വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എനിക്ക് അതില്ല ഗൈസ്, അപ്പം എനിക്ക് വെറുതെ ഇങ്ങനെ ബോറടിച്ചപ്പോഴുണ്ടല്ലോ വല്ലതും ഉണ്ടാക്കാൻ തോന്നി. ഉണ്ടാക്കും. ക്ലേ ഉണ്ട്, ഈ പരത്തണ സാധനമുണ്ട്. ഇതൊക്കെ രണ്ടെണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യാനാ ഐഡിയ. ഇത് എല്ലാവരും തിന്നുന്നൊരു സംഭവമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഇവിടെ കൂർപ്പിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇതെല്ലാവരും കഴിക്കുന്നതാണ്. ആരെങ്കിലും കഴിക്കാത്തത് ഉണ്ടാവില്ല. എല്ലാം ഇതെന്ത് സാധനമായി. നമുക്ക് തുടങ്ങാൻ കളിയല്ല ഉണ്ടാക്കാം. കൂർപ്പിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പരത്തണം. ഇത് ഞാൻ ഈ ക്ലേയുടെ വീഡിയോസൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ, ഞാൻ നിങ്ങൾ ഇതായിട്ടുണ്ടാവും ഇതൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യണതല്ലേ എന്ന്. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടല്ല, എനിക്കറിയാവുന്ന കൂട്ട് ഞാൻ ചെയ്യണതാണ്. കിളികളൊക്കെ എന്താണൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. ഞാനതൊന്ന് ശരിയാക്കട്ടെ ഗൈസ്. ഇന്ന് ശരിയാക്കിയിട്ട് ഇത്രയ്ക്കും വരലുണ്ടാവുള്ളൂ. ഇനി ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റണം കേട്ടോ. റിമൂവ് ചെയ്ത് മാറ്റാൻ എനിക്കൊരു പ്ലെയർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ എൻ്റെ ഇലയുടെ ഒക്കെ പോലത്തെ ഷേപ്പ് വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഫൈനൽ കോട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഫൈനലല്ല, നമ്മളിങ്ങനെ എൻ്റെ നഖം വെച്ചിട്ട് ഞാനിങ്ങനെ ലൈൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാനൊന്ന് ഉണ്ടാക്കാൻ പോണത് സദ്യയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ റെഡിയാക്കണത് കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാനും പറ്റും. അപ്പോൾ ഗൈസ് വേണ്ട ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വരയല്ല, കൈകൊണ്ട് വരയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഇല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു പൊടിക്ക് വൈറ്റ് കളർ എടുക്കുന്നുണ്ട്. ചോറില്ലാണ്ട് എന്ത് സദ്യ അല്ലേ. അപ്പം ഞാൻ ചോറുണ്ടാക്കുന്നുണ്ട്. ചോറിന് ഇവിടെ ഇങ്ങനെ കുത്തല്ല വരകൾ ഇങ്ങനെ വരകൾ ചെയ്യുന്നുണ്ട്. കണ്ടോ ചോറിന് കണ്ടോ വരയില്ലേ. അത് ചോറിന് ഒറിജിനൽ ചോറാണെന്ന് തോന്നണമല്ലോ. അപ്പം ഞാൻ എന്താ ചോറ് വിളമ്പിയിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ് നമ്മുടെ മെയിൻ സാധനം? സാമ്പാറിന് ഞാനിവിടെ എടുക്കുന്ന കളർ ഓറഞ്ചും പിന്നെ യെല്ലോയും പിന്നെ റെഡും ആണ്. അത് ഇങ്ങനെ നോക്കിയിട്ട് സാമ്പാർ പോലെ ആക്കിയിട്ട് നമുക്കിങ്ങനെ സാമ്പാറും കൂടി ഒഴിച്ചെടുക്കാം. അതാ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ രണ്ട് കറികൾ കൊണ്ട് വയറ് ഫുള്ളാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പപ്പടവും വേണം. പപ്പടവും പായസവും എല്ലാം നമ്മൾ ഉണ്ടാക്കും. ഇനി വല്ല മറന്നു പോയിട്ടുണ്ടെങ്കിലോ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ പപ്പടം റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് എന്താ? പഴം. ഞാൻ ചിലതൊക്കെ മറന്നു പോവാറുണ്ട് കേട്ടോ. ചില മറന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ ഒരു കുഞ്ഞ് പഴം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താ? അതിന് എല്ലാ കറികളും അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത് എന്ത് കറിയാ? അവിയൽ വേണം അല്ലേ. അവിയൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിയൽ ഓറഞ്ച് കളറുണ്ട്. ഇത് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അവിയലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് എന്താ ആലോചിക്കട്ടെ. ക്യാബേജിന് ഞാൻ കുറച്ച് യെല്ലോ കളർ എടുക്കുന്നുണ്ട്. എന്നിട്ട് വെറുതെ പിച്ചി ഇടുന്നുണ്ട്. അങ്ങനെ ഇടുന്നുണ്ടല്ലോ. പിച്ചിണ്ടാല് വേറൊരു ഐഡിയ ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ ചോറിട്ടില്ലേ അതേ കൂട്ടങ്ങട് കുഞ്ഞാക്കിടാം. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി അടുത്തത് എന്താ ആലോചിക്കട്ടെ കേട്ടോ. എന്താ ബാക്കി ഉള്ളത്? പിന്നെ വെറൈറ്റി കറികളൊക്കെ ഉണ്ടാവും അല്ലേ? എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടണില്ല കേട്ടോ. ഞാൻ കുറച്ച് ആലോചിക്കട്ടെ ഉണ്ടാക്കും. ഐഡിയ, ഒരു കറിയില്ലേ ഗൈസ്, ഇങ്ങനെ ബ്രൗൺ കളറില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഓറഞ്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഫുള്ളായി, ചിലതൊക്കെ മറന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കുഞ്ഞ സദ്യ. ഇതിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കും കേട്ടോ. എല്ലാവരും കൊടുത്തിട്ട് ഞാനും കഴിക്കും, അമ്മയ്ക്കും വാരി കൊടുത്തിട്ട് കഴിക്കും. അപ്പം എൻ്റെ ഇഷ്ടമായോ നോക്കിയേ. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ. സദ്യ തിന്നട്ടെ. പിന്നെ ഗൈസ്, അത് മാത്രമല്ലാണ്ട് ഞാൻ ഇത് യൂട്യൂബിൽ നോക്കിയിട്ടോ അങ്ങനെ ഒന്നല്ല ചെയ്യണത്. എനിക്ക് എങ്ങനെയാണോ പറ്റണത് ഞാൻ കുറേ നേരം ആലോചിച്ച് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ശരി. പുറത്ത് നല്ല മഴയാണ്, ബാക്കിൽ വെളിച്ചൊരിക്കും, പക്ഷേ ശരിക്കും പറഞ്ഞ ഇവിടെ ഇരുട്ടാണ് കേട്ടോ. കാണിച്ചു തരാം. ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, മഴ വീണ്ടും. ഞാനിപ്പോൾ മുകളിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്.